ആയ അള്ളാഹുവിനെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കാരുണ്യവാനായ പ്രവാചകൻ്റെ ചില കാരുണ്യ സംഭവങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുട്ടിയായിരുന്നപ്പോൾ ചുംബിക്കുകയാണ്. അപ്പോൾ സദസ്സിലുണ്ടായിരുന്ന അഖ്റ ബിൻ ഹാബിസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അത്ഭുതത്തോടു കൂടി പറയുകയാണ്, എനിക്ക് 10 സന്താനങ്ങളുണ്ട്, ഇതുവരെയും അതിൽ ഒരാൾക്കും ഞാൻ മുത്തം കൊടുത്തിട്ടില്ല. ഇത് കേട്ടപ്പോൾ അതിലും വലിയ ആശ്ചര്യത്തോടുകൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ നോക്കുകയാണ്. എന്നിട്ട് വളരെ അർത്ഥവത്തായ ഒരു വാക്കിൽ ഇങ്ങനെ പ്രതികരിക്കുന്നു, കാരുണ്യം നൽകാത്തവർക്ക് കാരുണ്യം ലഭിക്കുകയില്ല കേട്ടോ. മറ്റൊരിക്കൽ ഒരു ഗ്രാമീണനായ അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അവിടുന്ന് കുട്ടികളെ ചുംബിക്കാറുണ്ട് എന്ന് കേട്ടുവല്ലോ, ഞങ്ങൾ അങ്ങനെ കുട്ടികളെ ചുംബിക്കാറില്ല. ഉടനെ തന്നെ കാരുണ്യവാനായ പ്രവാചകന്റെ പ്രതികരണം, നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു കാരുണ്യം ഊരിയെടുത്തു എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്? ഈ ആശയമാണ് ബഹുമാനപ്പെട്ടവർ പ്രതികരണമായി നൽകിയത്. മറ്റൊരിക്കൽ കുഞ്ഞുങ്ങളെ പരിപാലിച്ച് വഴിയിൽ കിടക്കുന്ന ഒരു നായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഉടനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു എന്നറിയുമോ? ഒരു സഹാബിയെ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം. നമ്മുടെ യാത്രാ സംഘം ഇതുവഴി കടന്നു വരുമ്പോൾ ഈ നായക്കും കുട്ടികൾക്കും ഒരു ശല്യവും ഉണ്ടാവരുത്, ആ കാര്യം നിങ്ങൾ ഏറ്റോണം. സുബ്ഹാനല്ലാഹ്. തൻ്റെ പുത്രനായ ഇബ്രാഹിം മരണം ആസന്നമായ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടിയെ അടുത്തേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളാണെന്ന് പ്രവാചകന് മനസ്സിലായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകൾ നനയുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഹൃദയം വേദനിക്കുന്നുണ്ട്, കണ്ണുകൾ ഒലിക്കുന്നുണ്ട്, പക്ഷേ അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത ഒന്നും നാം പറയുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകരായിരിക്കെ അവിടുന്ന് കരയുകയാണോ എന്ന് ആരോ ചോദിച്ചു അത്രേ. ഉടനെ മറുപടി വന്നു, ഇത് കാരുണ്യത്തിൻ്റെ കണ്ണീരാണ്.